സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഇന്ന് ബ്രദർ ഇവിടെ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് പാല് കുടിക്കാതെ വരുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വ്യഗ്രത, ആ അമ്മ എന്തുമാത്രം വേദനിക്കും, അമ്മയുടെ ഹൃദയം എന്തോരം വേദനയാണ്. ഹൃദയവേദന, ഒപ്പം തന്നെ ആ പാല് കൊടുക്കാൻ പറ്റാത്തതിലുള്ള ശാരീരിക വേദനകൾ എല്ലാം ആ അമ്മയ്ക്കുണ്ടാകുന്നു. അപ്പോൾ അത് അമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ ഒരു വേദനയാണ് ഞാൻ പ്രാർത്ഥിക്കാതെ വരുമ്പോൾ, ഞാൻ ജ്ഞാനത്തെ അറിയാതെ വരുമ്പോൾ എൻ്റെ ഈശോ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ഉൾക്കാഴ്ച എനിക്ക് ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. പിന്നെ വ്യഗ്രതയുടെ കാര്യം ബ്രദർ പറഞ്ഞു, ജീവിത വ്യഗ്രതകൾ കൂടുന്നത് ദൈവിക ജ്ഞാനമില്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് വ്യഗ്രത, ഏത് കാര്യത്തിനും പെട്ടെന്ന് വ്യഗ്രത കാട്ടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ദൈവിക ജ്ഞാനം കുറവാണല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടെ അഭിവൃദ്ധിപ്പെടുത്തണം എന്നുള്ള ഒരു ഉൾക്കാഴ്ച എനിക്ക് ലഭിച്ചു. പിന്നെ നക്ഷത്രത്തെക്കുറിച്ച് ഡോക്ടർ ഇവിടെ പറഞ്ഞു. അപ്പോൾ നക്ഷത്രം എന്നൊക്കെ നമ്മളെപ്പോഴും എങ്ങനെ പറയുക, അത് എന്നതാണെന്നുണ്ട് അർത്ഥമൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പം ജ്ഞാനികൾക്ക് കൊടുത്ത ഒരു അടയാളമാണ് നക്ഷത്രം. അപ്പം ഒരു ദൈവിക വെളിപാടും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ ജ്ഞാനം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ലവ്, ജോയ്, പീസ് എന്നുള്ള പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ലവ്, ജോയ്, പീസ്.